കൊച്ചിയിലേക്കാണ് ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ, മധ്യ കേരളത്തിൽ കൊച്ചിയിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ. ആൻമരിയ. ഉന്മേഷ്, ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് ഇന്നലെ ഹൈക്കോടതിയിൽ വന്ന സ്വർണ്ണപ്പാളിയിൽ വന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള SITയുടെ അന്വേഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. നമ്മൾ ഇന്നലെ കേട്ടതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ വന്ന നിർദ്ദേശങ്ങളും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഹൈക്കോടതി പറഞ്ഞത് ഒരു കാര്യമായിരുന്നു, അത് ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങിപ്പോകരുത്, ഇതിന് പിന്നിൽ നടന്നിരിക്കുന്ന വൻ ഗൂഢാലോചന അത് കണ്ടെത്തുക തന്നെ ചെയ്യണമെന്നായിരുന്നു SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശങ്ങൾ അതിവേഗം നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് SIT. അതിൽ ഏറ്റവും ആദ്യ ഭാഗമായിരിക്കും 2019 മിനിറ്റ്സ് രേഖ പരിശോധിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല 2025 സെപ്റ്റംബർ വരെ സന്നിധാനത്ത് നടന്നിരിക്കുന്ന എല്ലാ ഇടപാടുകളും അത് അന്വേഷിക്കാനും SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഈ SIT അന്വേഷിക്കുക പ്രധാനമായിട്ടും സ്വർണ്ണപ്പാളികളും അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഈ അറ്റകുറ്റപ്പണികൾ അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന സ്പോൺസർഷിപ്പുകളായിരിക്കും പ്രധാനമായിട്ടും SIT അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ ഈ അതിലേക്ക് വന്നിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളികളിൽ വന്നിരിക്കുന്ന ദ്വാരപാലക അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതി ഒരു സംശയത്തോടു കൂടി കണ്ടതോടുകൂടെ ഇപ്പോഴുള്ള ഭരണസമിതി അംഗങ്ങളും അതിൽ സംശയത്തിന്റെ നിഴലിലേക്ക് വരികയാണ്. അവരെ അന്വേഷിക്കുക എന്ന ഘട്ടത്തിലേക്ക് കൂടി SIT കടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കൂടാതെ തന്നെ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നടന്നിരിക്കുന്ന ഇടപാടുകളും അതിനെക്കുറിച്ചും SITക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള അനന്തകൃഷ്ണനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് SITയുടെ തീരുമാനം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്നലെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന ആ നിർദ്ദേശങ്ങളും കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വർണ്ണക്കൊള്ളയിൽ വന്നിരിക്കുന്ന അന്വേഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.